ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ലിറ്ററേച്ചർ സാഗ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ചാൻസ് ഓഫ് ഹമ്മിങ് എന്ന ചെറിയ പോമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ജലാലുദ്ദീൻ മുഹമ്മദ് റൂമി എന്ന പേർഷ്യൻ പോവറ്റാണ്. So before going for a detailed analysis of the poem, let's have a look at the poet Rumi. Jalaluddin Muhammad Rumi, popularly known as Rumi, was a 13th century Persian poet, Islamic scholar and a Sufi mystic, basically from Iran. റൂമി എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. 13th സെഞ്ചുറി കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പേർഷ്യൻ പോവറ്റ് ആയിരുന്നു, അതിലുപരി ഒരു സ്കോളർ ആയിരുന്നു, ഒരു സൂഫി പോവറ്റും കൂടായിരുന്നു. A large bulk of his poetry is originally written in Persian, but some are also written in Turkish, Arabic and Greek. ഇദ്ദേഹം ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുണ്ട്. അതിൽ കൂടുതലും പേർഷ്യൻ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. എങ്കിലും ചിലതൊക്കെ ടർക്കിഷിലും അറബിക്കിലും ഗ്രീക്കിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഹിസ് മാസ്നവി is considered as one of the greatest poems ever written in Persian language. അദ്ദേഹത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വർക്കാണ് മാസ്നവി. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആണ്. Today we can see that he is widely read and often quoted with a kind of renewed interest or a zeal across the world. ഇന്നൊരു പക്ഷേ വേൾഡിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും കോട്ട് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള പഴയകാല എഴുത്തുകാരിൽ പ്രമുഖനായിട്ടുള്ള ഒരു പോവറ്റാണ് റൂമി. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ പോംസിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. റൂമീസ് പോംസ് ആർ ബെസ്റ്റ് നോൺ ഫോർ ദ യൂണിവേഴ്സൽ അപ്പീൽ. ഇദ്ദേഹത്തിന്റെ കവിതകളിൽ കൂടുതലും സ്പിരിച്വൽ ഇമേജസ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. സ്പിരിച്വൽ ഇമേജസും ഉണ്ട്, റൊമാൻറ്റിക് ഇമേജസും നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ ഓരോ വർക്കിനും ഓരോ മോറൽ ഉണ്ടായിരിക്കും. അതുപോലെ റെട്രിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. റെട്രിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ആൻസറും ഉണ്ടാകും. അതുപോലെ നമ്മളെ ചിന്തിപ്പിക്കുന്ന പല ചെറിയ കഥകളൊക്കെ കോർത്തിണക്കിയാണ് അദ്ദേഹം ഈ വർക്ക്സ് എല്ലാം എഴുതിയിട്ടുള്ളത്. ലൈഫിനെ പറ്റിയും ഡെത്തിനെ പറ്റിയും ആഫ്റ്റർ ലൈഫിനെ പറ്റിയും ഒക്കെ അദ്ദേഹത്തിന്റെ വർക്ക്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ലവിന്റെയും ഫെയ്ത്തിന്റെയും ടൈമിന്റെയും ഒക്കെ തീംസ് അദ്ദേഹം കവിതകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ദ ചാൻസ് ഓഫ് ഹമ്മിങ് എന്ന ഷോർട്ട് പോമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ്. ഒരു സ്ട്രോങ് മെസ്സേജ് അത് നമുക്ക് നൽകുന്നുണ്ട്. ദിസ് ഷോർട്ട് സിമ്പിൾ പോം സ്ട്രെസ്സസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിവിങ് ഇൻ ദ പ്രസന്റ് ആൻഡ് എൻജോയിങ് ദ ബ്ലിസ് ഓഫ് ടുഡേ. ഇതിൽ അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം, ലൈഫിലെ സന്തോഷം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റിൽ നമ്മൾ ജീവിക്കുക. ലിവിങ് ഇൻ ദ പ്രസന്റ് is the only thing that can fetch you happiness in life. അതേസമയം നമ്മളുടെ മൈൻഡ് പ്രീ ഒക്യുപ്പൈഡ് ആണെന്ന് വിചാരിക്കുക. കഴിഞ്ഞു പോയ കാലത്തിലെ കുറെ ഓർമ്മകളോ അല്ലെങ്കിൽ വറീസോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന നാളെ പറ്റിയുള്ള ആൻസൈറ്റീസ്, ഇതൊക്കെ നമ്മളുടെ മൈൻഡിലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുകയില്ല. എപ്പോഴും നമ്മൾ ചിന്തയിലായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല. അവരുടെ ലൈഫിൽ പ്രസന്റ് എന്നൊന്നില്ല. അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞുപോയ കാലത്തെ പറ്റിയും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുമായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഈ ലൈഫിലെ സന്തോഷം അത് നഷ്ടമാകുന്നത്. അതേസമയം നമ്മൾ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് ഈ പ്രസന്റിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ആ ലൈഫിന്റെ ആ ഒരു ഫ്ലോയോടൊപ്പം തന്നെ നമ്മൾക്കും പോകാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ജീവിതം ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതാണ് ദ ചാൻസ് ഓഫ് ഹമ്മിങ് എന്നുള്ള ടൈറ്റിൽ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ജീവിതം ആസ്വദിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു മൂളിപ്പാട്ടൊക്കെ പാടും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ഇന്നർ ഹാപ്പിനെസ് ആണ്. ആ ഒരു ഇന്നർ ഹാപ്പിനെസ് ഇല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് വളരെ ഡള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്ന് കൂടുതലും പേർക്കും ഇല്ലാത്തതും ആ ഒരു ക്വാളിറ്റിയാണ്. ലൈഫിനെ ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഇതാണ് പോവറ്റ് നമുക്ക് നൽകുന്ന സന്ദേശം. ഈ ഒരു സന്ദേശം പോവറ്റ് നമ്മളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് ഒരു ജേർണിയുടെ ഇമേജ് വെച്ചിട്ടാണ്. Our life is likened to a journey which has its own gains and losses, opportunities and obstacles, positives and negatives. But the journey becomes successful only when we are able to balance ourselves between both the favorable and unfavorable circumstances. ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ചറാണ്. എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് വരുന്നത്. ലാഭം ഉണ്ടാകും, നഷ്ടം ഉണ്ടാകും, അതുപോലെ അവസരങ്ങൾ വരും. ചിലപ്പോൾ നമുക്ക് തടസ്സങ്ങൾ നമ്മളുടെ മുന്നിൽ വരും. നല്ല കാര്യങ്ങളും ഉണ്ടാകും, മോശം കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഇതിനെയൊക്കെ ബാലൻസ് ചെയ്ത് ലൈഫിന്റെ ആ ഒഴുക്കിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്.
അനുകൂല സാഹചര്യങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും ഇടയിൽ ഒരു ബാലൻസ് നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കണം. ആ ഒരു പ്രാക്ടിക്കൽ വിസ്ഡം ആണ് നമുക്ക് കവി നമുക്ക് പറഞ്ഞു തരുന്നത്. സോ a harmonization or reconciliation of opposites is necessary for the journey to be successful. ഇതുപോലെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം, അല്ലെ? ഓപ്പോസിറ്റ്സ് ആണ്. ഈ ഓപ്പോസിറ്റ്സിന്റെയൊക്കെ ഒരു റീകൺസീലിയേഷൻ, ഇതിനിടയിൽ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഫോർ ദിസ്, സ്റ്റേയിങ് awake, that is living in the present, is very important. So when we are awake, we shall be able to find harmony even in chaos. തകർന്നടിഞ്ഞ ഒരു സാഹചര്യത്തിൽ പോലും നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ഒരു ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ. Now let's go for a detailed analysis. Let's have a look at the first few lines of the poem. See, this poem is not strictly divided into stanzas. It is written in free verse. A man standing on 2 logs in a river might do all right floating with the current while humming in the now. I hope you are familiar with the theme of the poem. And the theme of the poem is introduced with an image of a man floating downstream, balancing on 2 wooden logs. ഇതിലെ തീം ഇപ്പോൾ നിങ്ങൾക്കറിയാം, പ്രസന്റ് മൊമെന്റ് ആസ്വദിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ എംഫസൈസ് ചെയ്യുന്നത്. അത് നമ്മളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ഒരു റിവറിൽ അല്ലെങ്കിൽ ഒരു സ്ട്രീമിൽ 2 വുഡൻ ലോഗ്സ്, 2 പലക കഷ്ണങ്ങളിൽ ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് ആ ഒഴുക്കിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. See, he is floating downstream, balancing on the 2 wooden logs. 2 wooden logs, 2 പലക കഷ്ണങ്ങളുണ്ട്. അതിൽ ഇരുകാലുകളും ഉറപ്പിച്ചുകൊണ്ട് അയാൾ ഒരു ബാലൻസ് കണ്ടെത്തിക്കൊണ്ട് ഈ ഒഴുക്കിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And he is floating with the current. Please note the point, floating with the current. കറണ്ട് എന്ന് പറയുമ്പോൾ ആ ഒഴുക്കാകാം, അല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് എന്നുള്ള ഒരു മീനിങ്, അതായത് പ്രിസന്റ്, ആ പ്രിസന്റിൽ അദ്ദേഹം ജീവിക്കുകയാണ് എന്നുള്ളൊരു ഇംപ്ലിക്കേഷനും അതിനുണ്ട്. സോ വി ക്യാൻ സീ ദാറ്റ് നൗ there are no visible issues. The situation is so favorable. അദ്ദേഹം ഒഴുക്കിനനുസരിച്ച് ആ ബാലൻസ് കണ്ടെത്തിക്കൊണ്ട് നീങ്ങുകയാണെന്ന് പറഞ്ഞു. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അയാൾ ടോട്ടലി awake ആണ്, പ്രസന്റിലാണ് ജീവിക്കുന്നത്. ആൻഡ് ഹി ഹാസ് ലേൺഡ് ദി ആർട്ട് ഓഫ് ബാലൻസിങ്. അതുമാത്രമല്ല, പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ ഒരു ബാലൻസ് കണ്ടെത്താനായിട്ട് അയാൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് another important thing is that he is able to hum in the now. ഇങ്ങനെ ഈ 2 വുഡൻ ലോഗ്സിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നത് അയാൾ പതിയെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് അയാൾ ചെറുതായിട്ട് ഹം ചെയ്യുന്നുണ്ട്, മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട്. അത് റിഫ്ലക്ട് ചെയ്യുന്നത് ആ ഇന്നർ ഹാപ്പിനെസ് തന്നെയാണ്, വിച്ച് ഇസ് ഒബ്വിയസ്ലി an implication of the inner bliss and exhilaration experienced by him. അപ്പോൾ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് അല്ലേ? അപ്പോൾ അത് ശരിക്കും എക്സൈറ്റിംഗ് ആണ്, അയാൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അയാൾ ഹം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ഇംപ്ലൈ ദ കെയർഫ്രീ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഹി ഹാസ് ടുവേർഡ്സ് ലൈഫ് ആൻഡ് ഇറ്റ്സ് മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ്. അത് മറ്റൊരു കാര്യം കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ലൈഫിനോടുള്ള അയാളുടെ അപ്രോച്ചാണ്. ഇപ്പോൾ 2 ലോഗ്സിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ഒഴുക്കിനനുസരിച്ച് നീങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഈ മനുഷ്യൻ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അയാൾക്ക് ലൈഫിനോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ്, ആ കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ്. ശരിക്കും ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഓരോരുത്തർക്കും ലൈഫിനോട് വേണ്ടതും. ടൂ മച്ച് കെയറിംഗ് ക്യാൻ സ്പോയിൽ ദ ഹാപ്പിനെസ്. സോ വി ക്യാൻ സീ ദാറ്റ് ദ മാൻ ഈസ് ഏബിൾ ടു ഹം ഇൻ ദ നൗ. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഹി ഈസ് ഏബിൾ ടു എൻജോയ് ദ ജേർണി. അപ്പോൾ ലൈഫിൽ ആ ജേർണി എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ക്ലിയർ ആണ്. ഇനി ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, ഈ ജേർണി എന്ന് പറയുന്നത് ആ ഒരു ഫിസിക്കൽ ജേർണിയെ പറ്റി അല്ല പോവറ്റ് പറയുന്നത്. അത് ഹൈലി സിംബോളിക് ആണ്, അലിഗറിക്കൽ ആണ്. ദ ജേർണി ഈസ് അവർ ഓൺ ലൈഫ് വെയർ വി മാനേജസ് ടു ബാലൻസ് ബിറ്റ്വീൻ ഓപ്പോസിഷൻസ്. ഇനി നമുക്ക് പോവത്തിലേക്ക് തിരിച്ചു വരാം. ദോ ഇഫ് വൺ ലോഗ് ഇസ് ടൈഡ് ടു എ ക്യാമൽ who is also heading south along the bank at the same pace, all could still be well with the world. Now, the poet puts forth a hypothetical situation. ഇനി തികച്ചും ഇമാജിനറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പോവറ്റ് നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇതുവരെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അല്ലെ? ഇനി ഒരു സാങ്കല്പികമായിട്ടുള്ള കാര്യം പറയാണ്. ഇമാജിൻ ചെയ്യുക, നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ജസ്റ്റ് ഇമാജിൻ ഇഫ് വൺ ഓഫ് ദ 2 legs is fastened to a camel who is also heading south along the stream at the same pace. ഇനി ഈ സിറ്റുവേഷനിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ മനുഷ്യന്റെ 2 കാലിൽ ഒന്ന് ഒരു ക്യാമലുമായിട്ട് ടൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ ക്യാമലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ക്യാമലും മനുഷ്യനെ പോലെ തന്നെ ഒഴുക്കിനനുസരിച്ച് ഒരേ ഡിറക്ഷനിലേക്ക് അതേ സ്പീഡിൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ക്യാമലിന്റെ കാലിലേക്ക് മനുഷ്യന്റെ ഒരു കാല് ഫാസൻ ചെയ്താൽ അല്ലെങ്കിൽ കെട്ടിയാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ?
അവിടെ വ്യത്യാസമൊന്നുമില്ല. He says that still everything would be fine if one of the two legs is fastened to a camel who is also heading south along the stream at the same pace. രണ്ടുപേരും സൗത്തിലേക്കാണ് പോകുന്നത്, ഒരേ ഡിറക്ഷനിലേക്കാണെന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഒരേ പേസിലാണ്. അങ്ങനെയുള്ള രണ്ടുപേരുടെയും കാലുകൾ കൂട്ടിക്കെട്ടിയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല, അപ്പോഴും കാര്യങ്ങൾ ഓക്കെയാണ്. And here we can see that the journeys of the camel and the man go in tandem with each other. ടാൻഡം വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ അവർ ഒരേപോലെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ദ ക്യാമൽ ആൻഡ് ദ മാൻ ഗോ ഇൻ ടാൻഡം വിത്ത് ഈച്ച് അതർ വെൻ വൺ ഓഫ് ദ ലോക്സ് ഇസ് ടൈഡ് ടു എ ക്യാമൽ ആൻഡ് വെൻ ദ ക്യാമൽ മൂവ്സ് ഇൻ ദ സെയിം ഡിറക്ഷൻ ആസ് ദ കറണ്ട് ആൻഡ് അറ്റ് ദ സെയിം പേസ്. രണ്ടുപേരും ഒരേ ഡിറക്ഷനിൽ ഒരേ പേസിൽ സഞ്ചരിക്കുന്നത് കൊണ്ട്, പിന്നെ രണ്ടുപേരുടെയും കാലുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് കൊണ്ട്, ബന്ധിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അവർ ഇൻ ടാൻഡം ആണെന്ന് നമുക്ക് പറയാം. നൗ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ പോയം. സോ ഇതുവരെ സിറ്റുവേഷൻ എല്ലാം ഫൈനാണ്, ബട്ട് തിങ്സ് കാൺട്ട് റിമൈൻ സെയിം ഓൾവേസ്, അല്ലേ? അപ്രതീക്ഷിതമായിട്ട് ചില പ്രശ്നങ്ങൾ വന്നേക്കാം. Unless the camel thinks he forgot something and abruptly turns upstream, then most minds do not live in the present and can stick to a reasonable plan, and most minds abruptly turn and undermine the chance of humming. ഇനി നേരത്തെ പറഞ്ഞ ഇമാജിനറി സിറ്റുവേഷൻ, ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷനിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിരിക്കുകയാണ്. ഇമാജിൻ ഇഫ് ദ ക്യാമൽ ഫീൽസ് ദാറ്റ് ഹി ഹാസ് ഫൊഗട്ടൺ സംതിങ്. ഇപ്പോൾ ക്യാമലും മനുഷ്യനും ഇൻ ടാൻഡം ആണ്, ഒരുമിച്ച് ഒരേപോലെ യാത്ര ചെയ്യുകയാണ്. പക്ഷേ പെട്ടെന്നാണ് ക്യാമലിന് ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ക്യാമലിന് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല. ക്യാമൽ എന്തോ കാര്യം മറന്നുപോയി. ആ മറന്ന കാര്യം പെട്ടെന്ന് ഓർമ്മ വരികയും പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ദിശ മാറ്റി പുറകോട്ട് സഞ്ചരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ക്യാമല് തിരിഞ്ഞു ഓടിയാൽ എന്ത് സംഭവിക്കും? ഒഴുകിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരുന്ന ഇവർ രണ്ടുപേരെയും കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അതിലൊരാൾ പെട്ടെന്ന് തന്നെ ദിശ മാറ്റി തിരിഞ്ഞ് നടന്നാലുള്ള റിസൾട്ട് എന്താണെന്ന് നമുക്കറിയാം. ആ ഫ്ലോട്ട് ചെയ്യുന്ന മനുഷ്യൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമാകും. അങ്ങനെ സംഭവിച്ചാൽ എവറിത്തിങ് വുഡ് ടേൺ ടേർട്ടിൽ, എല്ലാം തകിടം മറിഞ്ഞു പോകും. So this is what happens to those minds that do not live in the present. പോറ്റ് പറയുന്നത് ഇതേ അവസ്ഥയാണ് ഇന്ന് നമ്മളിൽ പലർക്കും ഉള്ളത്. നമ്മളിൽ പലരും ഇങ്ങനെയാണ്, ആ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്നില്ല. വി ആർ നോട്ട് അവേക്ക്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഒഴുക്കിനെതിരെ സഞ്ചരിക്കാൻ ഫോഴ്സ്ഡ് ആവുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുന്നു. അത് നമ്മളുടെ കുഴപ്പം തന്നെയാണ്. നമ്മൾ ആ ഒരു ബാലൻസ് കണ്ടെത്താത്തതും അതുപോലെ ആ പ്രസന്റിൽ ജീവിക്കാത്തതും കൊണ്ടാണ്. ക്യാമൽ അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ ക്യാമൽ റിപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളെ ഓരോരുത്തരെയുമാണ്. സോ പോവറ്റ് പറയുന്നത് ഇതാണ്, ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ദ മൈൻഡ് ഷുഡ് നോട്ട് ബി വാണ്ടറിങ് ഓൺ ഇറ്റ്സ് ഓൺ, ടാങ്കിൾഡ് വിത്ത് മെമ്മറീസ് ഓഫ് പാസ്റ്റ് ആൻഡ് വറീസ് ഓഫ് ഫ്യൂച്ചർ. ആൻഡ് ദ ജേർണി ഡൗൺ സ്ട്രീം ക്യാൻ ഓൺലി ബി ജോയ്സ് ആൻഡ് എക്സൈറ്റിംഗ് വെൻ വി ഫ്ലോട്ട് വിത്ത് ദ കറണ്ട്. ഒഴുക്കിനനുസരിച്ച് നമ്മൾ ആ സാഹചര്യങ്ങൾക്കിടയിൽ ഒരു ബാലൻസ് കണ്ടെത്തി നമ്മൾ നീങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മൈൻഡിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളെല്ലാം മാറ്റിവെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് മൈൻഡ്സ് ഡു നോട്ട് ലീവ് ഇൻ ദ പ്രസൻറ്റ്. പക്ഷേ ഇന്ന് കൂടുതൽ പേരും ഈ പ്രസൻറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കാത്തവരാണ്. ദെയർ മൈൻഡ്സ് ആർ ഓൾവേസ് ക്ലോഗ്ഡ് വിത്ത് സംതിങ് ഓർ ദി അതർ വിച്ച് വീക്കൻസ് ദ ചാൻസ് ഓഫ് ഹമ്മിങ്. അവരുടെ മൈൻഡിൽ എപ്പോഴും എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അത് പക്ഷേ അവരുടെ ലൈഫിലെ സന്തോഷമാണ് തല്ലിക്കെടുത്തുന്നത്. സോ അക്കോർഡിംഗ് ടു റൂമി, മോസ്റ്റ് മൈൻഡ്സ് ഡു നോട്ട് ലീവ് ഇൻ പ്രസൻറ്റ് ആൻഡ് ഗെറ്റ് സ്റ്റക്ക് ടു എ റീസണബിൾ പ്ലാൻ വിച്ച് ഇൻ ടേൺ വീക്കൻസ് ദ ചാൻസ് ഓഫ് ഹമ്മിങ്. അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ചിന്തയുണ്ടാകും. ആ ചിന്തയാണ് അല്ലെങ്കിൽ ആ വറീസാണ് അവരെ ലൈഫിലെ ഹാപ്പിനെസ് എൻജോയ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ഇൻഡീഡ് എ വെരി സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ പോം, അല്ലേ? സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജും അത് നമുക്ക് നൽകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ പോം ദ ചാൻസ് ഓഫ് ഹമ്മിങ്. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് വാച്ചിങ്.